വനവകുപ്പ് പറയണത് അതിൻ്റെ നടപടിക്രമങ്ങൾ നടത്തിയിട്ട് കൊണ്ടുപോകുന്നതാണ് അവർ പറയണത്. ജനങ്ങൾ ഫുള്ള് അവിടെ സമരത്തിലാണ്, അതിനെ എടുക്കാനായിട്ടില്ല, കൊണ്ടുപോകാനായിട്ടില്ല, അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സ്മൃതി, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിൽ വ്യക്തമാക്കുന്നത് കടുവ ഈ ഒരു മേഖലയിൽ നിന്ന് കൊണ്ടുപോകുമെന്നുള്ളതാണ്. പക്ഷേ നാട്ടുകാർ അത് അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. അവരവരുടെ ആശങ്ക നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. നിരവധി വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഈ ഒരു മേഖലയിലുണ്ട്. നരഭോജി കടുവയെ മറ്റു മേഖലകളിലേക്ക് വിട്ടയച്ചു കഴിഞ്ഞാൽ സമാനമായ രീതിയിൽ അത് ഇങ്ങോട്ടേക്ക് തന്നെ വരും, ആളുകളെ ആക്രമിക്കും, ടാപ്പിംഗ് തൊഴിലാളികളെ കടിച്ചു കൊലപ്പെടുത്തും. അതുകൊണ്ട് കൂട്ടിലകപ്പെട്ട കടുവയെ ഇവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലണം. തീർച്ചയായിട്ടും വെടിവെച്ച് കൊല്ലണം. അതിനാണ് ഇതിന് മുമ്പ് ഇപ്പോൾ ഒരു പുലി കുടുങ്ങി. അങ്ങനെ ഇനി ആദ്യം അയാളെ കൊന്ന കടുവ തന്നെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ കടുവ അറിയുണ്ടാവും ചിലപ്പോൾ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കിട്ടിയ കടുവനെ എന്തായാലും വെടിവെച്ച് കൊല്ലാന്നില്ല പാടില്ല. 53-ാം ദിവസമാണ് കടുവ കൂട്ടിലാകുന്നത് എന്നുകൂടിയുണ്ട്. ആളെക്കണ്ണി കടുവ 53-ാം ദിവസമാണ് കൂട്ടിലാകുന്നത്. അവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നാട്ടുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ ആവശ്യം വനം വകുപ്പ് പരിഗണിക്കേണ്ടി വരും. കാരണം അത്രയും സമ്മർദ്ദം അവിടെ ഉയരുന്നുണ്ട്. ആളുകളെ സംബന്ധിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു. കഴിഞ്ഞ 53 ദിവസം എന്നുള്ളത് ചെറിയ കണക്കല്ല. ഗഫൂറിനെ കടുവ പിടിച്ചത് മെയ് 15-നാണ്. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് കടുവ പിടിയിലാകുന്നത്. ആ കടുവ തന്നെയാണോ എന്ന് ഉറപ്പിക്കേണ്ടത് കൂടിയുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കടുവ കൂടി അവിടെ ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. വലിയ തോതിൽ നാട്ടുകാർ അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. കളക്ടർ എത്തട്ടെ അന്തിമ തീരുമാനമെടുക്കാൻ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കടുവയെ പിടിച്ചിരിക്കുന്ന കൂട്ടിന് ചുറ്റും ആളുകൾ അവിടെ തമ്പടിച്ചിരിക്കുന്നു. കൊണ്ടുപോകാൻ ഒരു തരത്തിലും അനുവദിക്കില്ല, തുറന്നു വിടാൻ അനുവദിക്കില്ല. ഒന്നുകിൽ വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ മൃഗശാലയിലേക്ക് കൊണ്ടുപോകുക. ഇതാണ് നാട്ടുകാർ പറയുന്നത്. ഉബഷീർ, പ്രതിഷേധം തുടരുകയാണ്. കലക്ടർ എത്തുമോ? കലക്ടർ എത്തണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും സ്മൃതി, ജില്ലാ കളക്ടർ ഈ ഒരു മേഖലയിലേക്ക് എത്തണം. നാട്ടുകാർ ആവശ്യം ഉന്നയിക്കുന്ന പ്രകാരം നരഭോജി കടുവയെ ഇവിടെ വെച്ച് തന്നെ കൊല്ലണം. ഏത് രീതിയിലാണ് കൊല്ലണം എന്നുള്ളത് വനംവകുപ്പിന് തീരുമാനിക്കാമെന്നുള്ളത് അവർ പറയുന്നുണ്ട്. അവരുടെ ആശങ്കയാണത്. വിശേഷം ഈ മേഖലയിൽ കാലങ്ങളായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. ജോലിക്ക് പോയ സമയത്ത് കടുവ കഴുത്ത് കടിച്ച് കൊലപ്പെടുത്തിയിരുന്നത്. സമാനമായിട്ടുള്ള സാഹചര്യം ഇനിയും ഇവിടെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇവിടെയുള്ള വന്യമൃഗ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നടപടി സ്വീകരിക്കണം. ഇപ്പോൾ പിടിയിലായിട്ടുള്ള നരഭോജി കടുവയെ ഇവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലണമെന്നൊരു ആവശ്യത്തിലേക്ക് നാട്ടുകാർ എത്തുന്നു. അല്ലെങ്കിൽ അതിനെ മറ്റൊരു മേഖലയിലെ മൃഗശാലയിലേക്ക് മാറ്റണം. ഒരു തരത്തിലും വനമേഖലയിൽ അതിനെ വിടാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. നേരത്തെ സമാനമായ രീതിയിൽ ഈ കടുവയ്ക്ക് വേണ്ടി സ്ഥാപിച്ച കൂട്ടിലൊരു പുലി അകപ്പെട്ട് നമ്മൾ കണ്ടതായിരുന്നു. പുലിയെ മറ്റു വനമേഖലയിൽ പറഞ്ഞുവിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ വന്യമൃഗങ്ങൾ വീണ്ടും ഈ ഒരു പ്രദേശത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അത് അവരുടെ ജനജീവിതത്തെ ബാധിക്കും. കുട്ടികളെ ഒന്നും തന്നെ സ്കൂളിലോട്ടോ മദ്രസയിലോട്ടോ അയക്കാൻ കഴിയുന്നില്ല, അവരുടെ തൊഴിലെടുക്കാൻ കഴിയുന്നില്ല. മലയോര മേഖലയാണിത്, മലപ്പുറത്തിൻ്റെ ഒരു അറ്റപ്രദേശമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ജനങ്ങൾ, ഈ മലയോര മേഖലകൾ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതി ഈ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മൂലം ഈ ഒരു മേഖലയിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു ആശങ്കയിൽ അവർ തുടരുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഒരു കടുവയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഇനി വേണ്ടത് ഇത് ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കൊലപ്പെടുത്തിയ കടുവ എന്ന് തന്നെയാണെന്നുള്ള കാര്യത്തിലാണ്. അതിൽ സ്ഥിരീകരണം നടത്തേണ്ടത് വനം വകുപ്പാണ്. വനമന്ത്രി അക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് കടുവയെ ഇവിടെ നിന്ന് മാറ്റുമെന്നുള്ളതാണ്. പക്ഷേ അത് അംഗീകരിക്കില്ല എന്നുള്ളത് നാട്ടുകാരും ഒരു ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ഒരു മേഖലയിൽ നെറ്റ്വർക്കിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു മേഖലയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെയുള്ള തത്സമയ ദൃശ്യങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ പങ്കുവെക്കാൻ സാധിക്കില്ല. എങ്കിലും ഇവിടെ നിന്നുകൊണ്ട് തന്നെ ടാപ്പിംഗ് തൊഴിലാളിയായ കളപ്പറമ്പിൽ ഗഫൂർ അലിയെ കടുവ ആക്രമിച്ചു കൊന്നത്. സുഹൃത്ത് നോക്കി നിൽക്കുകയായിരുന്നു. കടുവ ഗഫൂറിന് മേൽ ചാടി വീഴുകയും കഴുത്തിനു പിന്നിൽ കടിച്ചു വീഴ്ത്തി വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. ആ കടുവ തന്നെയാണോ ഈ കടുവ എന്നുകൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ടല്ലോ. അത് ഉറപ്പിക്കുന്നുണ്ടോ? കടുവയുടെ കാൽപ്പാടുകളൊക്കെ തന്നെ പരിശോധിച്ച് വനംവകുപ്പ് പറയുന്നത് ആ നരഭോജി കടുവ തന്നെയാണ് ഇപ്പോൾ കൂട്ടിലകപ്പെട്ടിരിക്കുന്ന ഈ കടുവ എന്നുള്ളതാണ്. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ച് ഇവിടെ ഈ കടുവയെ കൂടാതെ പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഈ കടുവയെ പിടികൂടാൻ വേണ്ടി സ്ഥാപിച്ച കൂട്ടിൽ ഒരു പുലി അകപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു.